നമസ്തേ. ഓം ശ്രീ ലളിതാംബികായ നമ. ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൽ നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ വരികളാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ രണ്ട് വരികളെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഈ വരികൾ ദേവിയുടെ സ്വരൂപത്തെയും ദേവിയുടെ ആവിർഭാവത്തെയും പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്യത. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്യത. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്യത. ശ്രീ മാതാ. ശ്രീ എന്ന ആ ഒരു വാക്കിന് ഐശ്വര്യം എന്നൊരർത്ഥമാണുള്ളത്. മാതാ എന്ന് പറഞ്ഞാൽ അമ്മ എന്നർത്ഥം. അപ്പോൾ ഐശ്വര്യവതിയായ അമ്മ എന്ന് സാമാന്യാർത്ഥത്തിൽ നമുക്ക് പറയാം. ഇനി ഈ ദേവി തന്നെയാണ് സൃഷ്ടിക്ക് കാരണഭൂതയായിരിക്കുന്നവൾ. പ്രപഞ്ചം എന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചവൾ ആരാണ്? ശ്രീമാതാ ശ്രീ ത്രിപുരസുന്ദരി, മഹാത്രിപുരസുന്ദരിയായിരിക്കുന്ന ദേവി തന്നെയാണ്. അതുകൊണ്ട് അമ്മയെ ലോകമാതാവായിട്ടിത് പറയുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്ന ആ മഹാശക്തി, ആദിപരാശക്തിയായ ലളിതാംബികയാണ്. അപ്പോൾ സൃഷ്ടിസ്വരൂപിണിയായ ദേവതയെ, സൃഷ്ടിസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ ശ്രീമാത എന്ന് പറയുന്നു. ഐശ്വര്യവതിയായിരിക്കുന്ന അമ്മയെ ശ്രീമാത എന്ന് ഭക്തൻ വിശേഷിപ്പിക്കുന്നു. ഈ അമ്മ എങ്ങനെയുള്ളവളാണ്? ശ്രീ മഹാരാജ്ഞിയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിനിയാണ് അമ്മ. പ്രപഞ്ചത്തെ സംരക്ഷിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയെ നിർവഹിക്കുന്നവളായിട്ടാണ് ശ്രീ മഹാരാജ്ഞി ആയിട്ട് പറയുക. അല്ലെ, ഒരു രാജ്യത്ത് ഒരു രാജാവ്, രാജ്ഞി അവിടെയുള്ള പ്രജകളെ പരിപാലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രപഞ്ചമാകുന്ന തൻ്റെ ഈ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിനിയായിരിക്കുന്ന ആ അമ്മയെ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നു. ഇനി ആ ദേവി എവിടെ ഇരുന്നിട്ടാണ് ഈ പ്രപഞ്ച നിർവഹണം നടത്തുന്നത്? ആ ദേവി ശ്രീമത് സിംഹാസനേശ്വരിയാണ്. മംഗളകരമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൾ. അതായത് ഈ പ്രപഞ്ചാധിപത്യത്തെയും ആത്മീയമായിരിക്കുന്ന അത്യുന്നത പദവിയെയും നൽകുന്ന ആ ഒരു സിംഹാസനത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവളാണമ്മ. നമ്മുടെ ആത്മീയ ഉന്നതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവളും അമ്മ തന്നെയാണ്. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, അതായത് കുണ്ഡലിനി സ്വരൂപിണിയായിരിക്കുന്ന ആ ഒരു ദേവിയെ തന്നെയാണ് ഇവിടെ പറയുന്നത്. മൂലാധാരസ്ഥതയായി സൃഷ്ടിക്ക് കാരണമാകുന്ന ദേവിയും പിന്നീട് ഉയർന്ന സ്വാധിഷ്ഠാന മണിപൂരക അനാഹതത്തിലേക്ക് വരുമ്പോൾ സ്ഥിതികാരകയായിരിക്കുന്ന ദേവിയും വിശുദ്ധി ആജ്ഞാ സഹസ്രതലങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായ ലയനത്തിന് ഉപാസകനെ സഹായിക്കുന്ന ദേവിയും അമ്മ തന്നെയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയുന്നത് കുണ്ഡലിനി ശക്തിയുടെ തന്നെ ഉദ്ധാരണമാണ്. കുണ്ഡലിനി ശക്തിയുടെ തന്നെ ആത്മജ്ഞാനത്തിലേക്കുള്ള ഉണർവാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭക്തൻ്റെ ഉള്ളിലെ കുണ്ഡലിനി ശക്തിയെ സൃഷ്ടിക്കുന്നതും അതിനെ ഉണർത്തുന്നതും അതിനെ ഉയർത്തുന്നതും അതിനെ നിലനിർത്തുന്നതും സ്ഥിതി ചെയ്യിപ്പിക്കുന്നവളും അവസാനം അതിലെ മഹാദേവനിലേക്ക് ലയിപ്പിക്കുന്നതും അമ്മ തന്നെയാണ്. ശിവകാമേശ്വര അംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ എന്ന നാമമുണ്ട്. അപ്പം മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിസ്വരൂപിണിയായ മാതൃസ്വരൂപിണിയായ അമ്മയാണ് സഹസ്രാരത്തിൽ ശിവനുമായി ലയനം ചെയ്യുന്നത്. ഭക്തൻ്റെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ആത്മീയ ജ്ഞാനത്തിൻ്റെതായ ഒരു ശക്തിയെ സൃഷ്ടിക്കുകയും അതിനെ ഉണർത്തുകയും അതിനെ ഉയർത്തുകയും അത് സ്ഥിതി ചെയ്യിപ്പിക്കുകയും അവസാനം അത് പരമേശ്വരനിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നവൾ
അമ്മയാണ് എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിൽ ഈ നാമങ്ങളുടെ അർത്ഥമായിട്ട് നമ്മൾ പറയുക. യോഗതന്ത്രാദി ശാസ്ത്രങ്ങളിലൊക്കെ ഇതേ അർത്ഥം നമുക്ക് പറയാം. അടുത്ത വരിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ചിതഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത, ചിതഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത. ചിതഗ്നി കുണ്ഡസംഭൂത, ചിത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അറിവ്, ശുദ്ധമായ ബോധം എന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ജന്മമെടുത്തവൾ. ചിതഗ്നികുണ്ഡ സംഭൂത, സംഭൂതയായവൾ, ജന്മമെടുത്തവൾ എന്നൊരർത്ഥം. അപ്പോൾ ലളിതാ പരമേശ്വരി ആവിർഭവിച്ചത് ഭക്തരുടെ ഹൃദയത്തിലെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ നിന്നാണ്. ജ്ഞാനാഗ്നിയാണ് ഇവിടെ ആ ഒരു ഹോമകുണ്ഡമായിട്ട് പറയുക. ചിതഗ്നികുണ്ഡം എന്ന് പറഞ്ഞാൽ ഭക്തഹൃദയങ്ങൾക്കുള്ളിലെ ആ ഒരു അഗ്നിയാണ്, ജ്ഞാനാഗ്നിയാണ്. അതിൽ നിന്നാണ് ആരുണ്ടായത്? സംഭൂത. ആരുണ്ടായി? അമ്മയുണ്ടായി, ലളിതാംബികയുണ്ടായി. ദേവകാര്യസമുദ്യത, ദേവന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന്, പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനായി സദാ സന്നദ്ധയായിരിക്കുന്ന ആ ദേവി വന്നു എന്നാണ് പറയുക. ആ ദേവി ഭണ്ഡാസുരനെ വധിക്കുന്നതായിട്ടാണ് പറയുന്നത്, അല്ലേ? ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കാമക്രോധ ലോഭ മത മാത്സര്യാദികളാകുന്ന നെഗറ്റീവ് വികാര വിചാര ചിന്തകളെയൊക്കെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ആ ഭണ്ഡാസുരനായിട്ട് ഈ ഒരു അർത്ഥത്തിൽ ചിന്തിക്കാം. ഈ ഒരു കാര്യത്തിന് തന്നെ പല അർത്ഥതലങ്ങളിലുള്ള ചിന്തയാണ്. നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മത മാത്സര്യാദികളാകുന്ന ഭണ്ഡാസുരന്മാരെ വധിക്കാനായി ജന്മമെടുത്തവളാണമ്മ. ദേവകാര്യ സമുദ്യത, നമ്മുടെ ഉള്ളിലെ ദിവ്യത്വത്തെ, നമ്മുടെ ഉള്ളിലെ കുണ്ഡലിനീ ശക്തി സ്വരൂപത്തെ പൂർണ്ണമായും ഉണർത്താനും ഉയർത്തുവാനും നമ്മുടെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചു വെച്ച ദുഷ്കർമ്മ പാപ അജ്ഞാനമാകുന്ന കർമ്മദോഷങ്ങളെ, മുൻജന്മ പാപത്തെ അജ്ഞാനത്തെ ഒക്കെ എരിച്ച ആ ഭണ്ഡാസുരന്മാരെ എല്ലാം കൊന്ന് നമുക്ക് കുണ്ഡലിനി ഉദ്ധാരണം ഉണ്ടാക്കി, ഉദ്ധാപനം ഉണ്ടാക്കി ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നവൾ കൂടിയാണ് അമ്മ എന്ന് പറയും. അപ്പോൾ സൃഷ്ടി നടത്തുന്ന മാതാവും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന സ്ഥിതി ചെയ്യുന്ന മഹാരാജ്ഞിയും, അല്ലേ? ചിതഗ്നികുണ്ഡത്തിൽ നിന്ന് വന്ന് സംഹാരസ്വരൂപിണിയായി വന്നവൾ, തിന്മയെ ഭണ്ഡാസുരനെ ഇല്ലാതാക്കാനായിട്ട് വന്നവൾ, കൊല്ലാനായി വന്നവൾ, ഭക്തൻ്റെ ഉള്ളിലെ നെഗറ്റീവ് വിചാരങ്ങളെ, ആത്മീയ ഉന്നതിക്ക് പുരോഗതിക്ക് തടസ്സമാകുന്ന എല്ലാ കാമക്രോധ ലോഭമത മാത്സര്യാദികളാകുന്ന വികാരങ്ങളെയും ഇല്ലാതാക്കുന്നവൾ, സംഹാരിണിയായിരിക്കുന്ന ദേവി. ആ ദേവിയെ പറ്റിയിട്ട് തന്നെയാണ് സ്ഥൂല സൂക്ഷ്മാർത്ഥങ്ങളിലൊക്കെ ഈ വരികളിൽ പറയുന്നത്. ലോകമാതാവാണമ്മ, പ്രപഞ്ചേശ്വരിയാണമ്മ, ഭക്തരുടെ അറിവാകുന്ന അഗ്നിയിൽ നിന്നും പ്രകടമായവളാണമ്മ, ദുഷ്ടനിഗ്രഹത്തിനായിട്ട് വന്നവളാണമ്മ, ലോക രക്ഷയ്ക്കായിട്ട് വന്നവളാണ് അമ്മ എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യതാം. ഇനി അതിൻ്റെ അടുത്ത വരികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ആ വന്ന ദേവി എങ്ങനെയുള്ളവളാണ്? ഉദ്യദ്ഭാനു സഹസ്രാഭ, ഉദിച്ച് ഉയരുന്ന സഹസ്രം, 1000 സൂര്യന്മാരുടെ ഭാനു, സൂര്യന്മാരുടെ ആഭ, സൗന്ദര്യത്തോട് പ്രകാശത്തോടു കൂടിയവൾ. ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയവൾ. അതായത് ദേവിയുടെ ആ മഹാ തേജസ്സിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഉദ്യദ്ഭാനു സഹസ്രാഭ, ആ വന്ന ദേവിയുടെ ചതുർബാഹു സമന്വിത, 4 കൈകളിൽ എന്തൊക്കെയുണ്ട്? 4 കൈകൾ ദേവിക്കുണ്ട്. ചതുർബാഹു സമന്വിതയാണ് ദേവി, അല്ലേ? ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ദേവിയുടെ 4 കൈകളിൽ എന്താണുള്ളത്? രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. അപ്പോൾ 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചാലുണ്ടാകുന്ന അത്രയും പ്രകാശത്തോടുകൂടി വന്നവളായ ആ ദേവിക്ക് 4 കരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ആ ദേവിയുടെ ചതുർബാഹുക്കളിൽ 4 കൈകളിൽ എന്തൊക്കെയിരിക്കുന്നു? രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ആ ദേവിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ അതെന്തിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത വരികളിൽ പറയുക. രാഗസ്വരൂപപാശാഢ്യ, രാഗസ്വരൂപപാശാഢ്യ. രാഗം സ്നേഹം എന്നും ആഗ്രഹം എന്നുമൊക്കെ അതിനർത്ഥമുണ്ട്.
അപ്പോൾ രാഗം എന്ന സ്വരൂപത്തോടു കൂടിയ പാശം, ഒരു കയറ്, അത് ദേവിയുടെ ഒരു കയ്യിലുണ്ട്. അതായത് ഭക്തരെ തന്നിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നതിന് വേണ്ടി കെട്ടി, അല്ലേ, കയറ് കൊണ്ട് കെട്ടി തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹമാകുന്ന പാശം ആ അമ്മയുടെ കൈകളിലുണ്ട് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. ക്രോധാകാരാങ്കുശോജ്വല, ക്രോധാകാരാങ്കുശോജ്വല, ക്രോധത്തിന് പല അർത്ഥങ്ങളുണ്ട്. വളരെ വലിയ ദേഷ്യത്തിന് നമ്മൾ ക്രോധം എന്ന് പറയും. ഇനി ആ ക്രോധത്തെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നുണ്ട്, അങ്കുശം എന്ന് പറയും, ആനത്തോട്ടി എന്ന് പറയും. ഇപ്പോൾ ആന എന്ന് പറയുന്ന ആ വളരെ വലിയ ആ ഒരു മൃഗത്തെ, അല്ലേ, പുള്ളി ക്രോധിച്ചു കഴിഞ്ഞാൽ മതം പൊട്ടി ആന വളരെയധികം നാശങ്ങളുണ്ടാക്കും. അപ്പോൾ ആ ആനയെ പാപ്പാൻ നിലനിർത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരങ്കുശമാണ്, ആനത്തോട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്രോധമാകുന്ന ആ ഒരു ആനയെ, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ക്രോധമാകുന്ന മതയാനയെ ദേവി എന്ത് ചെയ്യുന്നു? ആ അങ്കുശം ആനത്തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ക്രോധം എന്ന സ്വഭാവത്തോടു കൂടി അങ്കുശം, അതുകൊണ്ട് പ്രകാശിക്കുന്നവളായിട്ടുള്ള ദേവി. ഇത് ഇത്രയേ ഉള്ളൂ. തെറ്റായ വഴികളിൽ നിന്ന് ഭക്തരെ പിന്തിരിപ്പിക്കാനുള്ള ശക്തിയാണ് ദേവിയുടെ കയ്യിലുള്ള ഈ ഒരു ആനത്തോട്ടി, അങ്കുശം എന്ത് ചെയ്യുന്നത്? പ്രദാനം ചെയ്യുന്നത്. അമ്മയുടെ കയ്യിലുള്ള കയറെന്താ? ഭക്തരെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതിനുള്ള ഒന്നായിട്ടും പറയുന്നു. ഇനി ഈ പാശമറുത്ത് ഈ രാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനും ഈ അമ്മയ്ക്ക് കഴിയും. കെട്ടി വരിഞ്ഞ് തന്നിലേക്ക് അടുപ്പിക്കാനും, സ്നേഹം കൊണ്ട് ഭക്തരെ തന്നോട് ചേർത്ത് നിർത്താനും, ലൗകിക ബന്ധങ്ങളായ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആത്മീയ പുരോഗതിക്ക് തടസ്സങ്ങളാകുന്ന ലൗകികമായ പല പാശത്തെയും, കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കയറുകളിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുവാനും അമ്മയ്ക്ക് കഴിയും എന്നതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ ദേവി മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. ഈ ദേവിയുടെ രണ്ട് കൈകളിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു കയ്യിൽ ഒരു കയറുണ്ട്, പാശമുണ്ട്. മറ്റൊരു കയ്യിൽ ഒരു അങ്കുശം, ആനത്തോട്ടിയുണ്ട്. ഇനി മറ്റൊരു കയ്യിലോ മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. മനോരൂപ ഇക്ഷുകോദണ്ഡ, മനോരൂപ ഇക്ഷുകോദണ്ഡ, മനസ്സാകുന്ന ഇക്ഷുചാപം എന്ന് വെച്ചാൽ കരിമ്പിൻ്റേതായിരിക്കുന്ന കോദണ്ഡം എന്ന് വെച്ചാൽ വില്ല്, കരിമ്പിൻ്റെ വില്ല് ധരിച്ചവൾ. ഈ കരിമ്പിൻ വില്ല് ഇവിടെ പ്രദാനം ചെയ്യുന്നത് നമ്മളുടെ മനസ്സിനെ ആണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ദേവിയാണെന്ന് പറയും. മനോരൂപേഷു കോദണ്ഡ. ആ വില്ലിൽ എന്താണ് നമ്മൾ ഐകിയ? അമ്പാണ്. പഞ്ചതന്മാത്ര സായക മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്ര സായക, 5 തന്മാത്രകളാകുന്ന അമ്പുകളുണ്ട്. ദേവിയുടെ കയ്യിൽ കരിമ്പിൻ വില്ലുണ്ട്. ആ കരിമ്പിൻ വില്ലിൽ 5 എന്തുണ്ട്? അമ്പുകൾ ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ മനസ്സാണ് ദേവിയുടെ കയ്യിലുള്ള ഇക്ഷുചാപം, കരിമ്പിൻ വില്ല്. അതിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള 5 അമ്പുകളുണ്ട്. അതായത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ മനസ്സിനെയും ഒക്കെ ദേവി നിയന്ത്രിക്കുന്നു. നമ്മുടെ 5 ദേവിയുടെ കയ്യിലുള്ള 5 അമ്പുകളാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയും, അല്ലേ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതിൽ നിന്നാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെടുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും മനസ്സിനെ നിയന്ത്രിക്കുവാനും അമ്മ നമ്മളെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പോൾ ഉദയസൂര്യൻ്റെ ചുവപ്പ് നിറത്തോടു കൂടിയവളായ ദേവി 4 കൈകളിൽ പാശം, അങ്കുശം, കരിമ്പിൻ മില്ല്, പുഷ്പബാണങ്ങൾ എന്നിവ ധരിച്ചിരിക്കുന്നവളായ ലളിതാംബിക നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും ഈശ്വരീയ മാർഗത്തിലേക്ക് നയിക്കുന്നവളായിരിക്കുന്ന ദേവി. ഈ ഒരു അർത്ഥത്തിലാണ് ഈ വരികൾ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ ചില വരികളാണ്. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡാ പഞ്ചതന്മാത്രസായകാം. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡാ പഞ്ചതന്മാത്രസായകാം. അപ്പോൾ ശ്രീ ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് ആദിപരാശക്തിയായ ദേവി തന്നെയാണ്.
സ്നേഹസ്വരൂപിണിയായ അമ്മ, ഭക്തന് സ്നേഹസ്വരൂപിണിയായ അമ്മയും ദുഷ്ടന് ഭണ്ഡാസുരനെ നിഗ്രഹിക്കുന്ന ആ ക്രോധസ്വരൂപിണിയായ ദേവിയുമാണമ്മ എന്ന് പറയുന്നു. ഇനി അമ്മയെപ്പറ്റിയുള്ള ഇനി ഒരുപാട് വരികൾ, അതിൻ്റെ സൂക്ഷ്മാർത്ഥങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. നമസ്തേ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.